ഗുഡ് മോർണിംഗ് ടു ഓൾ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൂടെ പരിചയപ്പെട്ടായിരുന്നു ആരൊക്കെയാണ് ജി എസ് ടിയിൽ കമ്പൾസറി ആയിട്ട് രജിസ്ട്രേഷൻ എടുക്കേണ്ടത്. അവരുടെ വരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലും പിന്നെ എന്താണ് അവരുടെ നേച്ചർ ഓഫ് ബിസിനസ്സിൻ്റെ അടിസ്ഥാനത്തിലുമാണ് അവർ എന്തെടുക്കേണ്ടത്, ജി എസ് ടി എന്ന് പറയുന്ന ടാക്സ് സിസ്റ്റത്തിൽ കമ്പൾസറി ആയിട്ടും ജി എസ് ടി രജിസ്ട്രേഷൻ എടുക്കേണ്ടത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ ജി എസ് ടി രജിസ്ട്രേഷൻ എടുക്കുന്ന ബിസിനസ്സുകാർ ഏതൊക്കെ രീതിയിലുള്ള പ്രൊസീജിയേഴ്സാണ് രജിസ്ട്രേഷന് വേണ്ടി കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ജി എസ് ടി രജിസ്ട്രേഷൻ എടുക്കേണ്ടത്, അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പ്രൊസീജിയേഴ്സ് ഏതൊക്കെയെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് പോയിന്റ്, എ പേഴ്സൺ ഹൂ ലൈബിൾ ടു രജിസ്റ്റേർഡ് ഷാൽ അപ്ലൈ ദ രജിസ്ട്രേഷൻ വിത്തിൻ 13 days ഫ്രം ദ ഡേറ്റ് ഓൺ വിച്ച് ഹി ബിക്കം liable to registration if such person has operation in more than one state or union territory. He shall apply for registration in each state or union territory separately. അതായത് ഒരു ബിസിനസ്സുകാരന് ജി എസ് ടി രജിസ്ട്രേഷൻ എടുക്കണമെന്ന് ഗവൺമെൻറ് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ ബാധ്യത അല്ല എങ്കിൽ അയാളുടെ അത് ചിലപ്പോൾ അയാളുടെ അഗ്രഗേറ്റീവ് ടേൺ ഓവറിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം, അല്ല എങ്കിൽ അയാൾ ആ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തായിരിക്കാം. അപ്പോൾ ഗവൺമെൻറ് പറയുകയാണ്, നിങ്ങൾ ജി എസ് ടി രജിസ്റ്റർ ചെയ്യാനുള്ള വ്യക്തിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാണ് ഗവൺമെൻറ് പറയുന്നത് അന്ന് തൊട്ട് 30 ദിവസത്തിനുള്ളിൽ അയാൾ മസ്റ്റായിട്ട് എന്തെടുത്തിട്ടുണ്ടാകണം, ജി എസ് ടി രജിസ്ട്രേഷൻ എടുത്തിട്ടുണ്ടാകണം. ഒന്ന്. ഇനി രണ്ടാമത്തെ ഒരു കാര്യമെന്ന് പറയുന്നത്, ഒരു ബിസിനസ്സുകാരന് ഒന്നിലധികം സ്റ്റേറ്റുകളിൽ അയാളുടെ സെയിം ബിസിനസ് സ്ഥാപനം ഉണ്ടെങ്കിൽ ഓരോ സ്റ്റേറ്റിലും ഉള്ള അയാളുടെ ഓരോ ബിസിനസ് സ്ഥാപനത്തിനും സെപ്പറേറ്റ് ആയിട്ടായിരിക്കണം എന്തെടുക്കേണ്ടത്, ജി എസ് ടി രജിസ്ട്രേഷൻ എടുക്കേണ്ടത്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ കേരളത്തിലെ ഒരു ബിസിനസ്സുകാരനാണ്, എനിക്ക് കേരളത്തിൽ ഒരു തുണിക്കടയാണ് ഉള്ളതെന്ന് സങ്കല്പിക്കുക. ഇതേ സെയിം തുണിക്കട എനിക്ക് തമിഴ്നാട്ടിലും ഉണ്ടെന്ന് കരുതുക. അപ്പോൾ എൻ്റെ ഈ ബിസിനസ് സ്ഥാപനം രണ്ടായിട്ടാണ് ട്രീറ്റ് ചെയ്യപ്പെടുന്നത്, അല്ലെങ്കിൽ രണ്ട് ബിസിനസ് സ്ഥാപനമായിട്ടാണ് കാണുന്നത്. ഓക്കെ, സോ കേരളത്തിലെ ബിസിനസ് സ്ഥാപനം കേരളം എന്ന് പറയുന്ന സ്റ്റേറ്റിൽ കേരളം എന്ന് പറയുന്ന ബിസിനസ് സ്ഥാപനം, കേരളത്തിലുള്ള എൻ്റെ ബിസിനസ് സ്ഥാപനം കേരളത്തിലായിരിക്കും രജിസ്റ്റർ ചെയ്യുന്നത്. അന്നേരം എനിക്ക് കിട്ടുന്ന ജി എസ് ടി നമ്പർ എന്ന് പറയുന്നത് 15 ഡിജിറ്റ് ആണ്. അത് കേരളത്തിൻ്റെ ജി എസ് ടി നമ്പർ ആയിരിക്കും. അതുപോലെ തന്നെ എന്താണ്, എനിക്ക് തമിഴ്നാട്ടിൽ ഒരു ബിസിനസ് സ്ഥാപനമുണ്ട് ഇതേ സെയിം രീതിയിലുള്ളത്. എനിക്ക് എന്ത് ചെയ്യണം, ഞാൻ അവിടുത്തെ ബിസിനസ് സ്ഥാപനത്തിന് ജി എസ് ടി രജിസ്ട്രേഷൻ എടുക്കണമെങ്കിൽ അവിടുത്തെ സ്റ്റേറ്റിൽ, തമിഴ്നാട് സ്റ്റേറ്റിൽ ആയിരിക്കണം എൻ്റെ ബിസിനസ് സ്ഥാപനം രജിസ്റ്റർ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഓരോ സ്റ്റേറ്റിലും ബിസിനസ്സുകാരന് ബ്രാഞ്ചസ് ഉണ്ട് എങ്കിൽ അതാത് സ്റ്റേറ്റിലെ ബിസിനസ് സ്ഥാപനവുമായി ബന്ധപ്പെട്ട രജിസ്ട്രേഷന് അതാത് സ്റ്റേറ്റിനെയാണ് സമീപിക്കേണ്ടത്. ഓക്കെ, അങ്ങനെ ഇന്ത്യയിൽ മൊത്തം എന്താണ് 28 സ്റ്റേറ്റുകളും 8 യൂണിയൻ ടെറിട്ടറി മേഖലകളും ആണ് ഉള്ളത്. ഇനി കോഷ്യൽ ടാക്സിബിൾ പേഴ്സൺ ഓർ നോൺ റെസിഡൻറ്റ് ടാക്സിബിൾ പേഴ്സൺ ഷാൽ അപ്ലൈ ഫോർ രജിസ്ട്രേഷൻ അറ്റ്ലീസ്റ്റ് 5 days prior to the commencement of business. The application for registration must be in the manner of prescribed rule 8. അതായത് ഇപ്പോൾ ഞാൻ ചിലപ്പോൾ ജി എസ് ടിയുടെ അകത്ത് നമ്മൾ പറഞ്ഞു കാഷ്യൽ ടാക്സിബിൾ പേഴ്സൺ ആയിക്കോട്ടെ, നോൺ റെസിഡൻറ്റ് ടാക്സിബിൾ പേഴ്സൺ ആയിക്കോട്ടെ, ഈ രണ്ട് രീതിയിലുള്ള ബിസിനസ്സുകാരാണ് എങ്കിൽ അവരുടെ അഗ്രഗേറ്റീവ് ടേൺ ഓവറിൻ്റെ അടിസ്ഥാനത്തിലല്ല അവരെന്തെടുക്കുന്നത്, ജി എസ് ടിയുടെ അകത്ത് രജിസ്ട്രേഷൻ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള രീതിയിലുള്ള ബിസിനസ്സുകാർ എന്നാണോ അവരുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതിന് 5 ദിവസത്തിന് മുമ്പ് തന്നെ എന്തെടുക്കണം, അവർ മസ്റ്റായിട്ടും അവർ ബിസിനസ്സിൽ വരുന്നതിന് 5 ദിവസം മുമ്പ് തന്നെ എന്തെടുത്തിരിക്കണം, അവർ മസ്റ്റായിട്ടും ജി എസ് ടി രജിസ്ട്രേഷൻ എടുത്തിട്ടുണ്ടാകണം. അത് റൂൾ 8 പ്രകാരമാണ് എന്തെടുക്കേണ്ടത്, ഇവർ ജി എസ് ടി രജിസ്ട്രേഷൻ എടുക്കേണ്ടത്. റൂൾ 8 കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഇവർക്ക് വേണ്ടിയുള്ള പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള, ഇവർക്ക് വേണ്ടി മുൻകൂട്ടി നിശ്ചയിച്ചിരിക്കുന്ന ഒരു ഫോർമാറ്റാണ്. ഇവർ ഏത് രീതിയിലൊക്കെയാണ് ഏത് രീതിയിലുള്ള ആപ്ലിക്കേഷൻ ഫോമൊക്കെയാണ് ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത്, ഏത് രീതിയിലുള്ള ഡോക്യുമെൻറ്റ്സ് ആണ് സബ്മിറ്റ് ചെയ്യേണ്ടത് മുതലായ എല്ലാ കാര്യങ്ങളും റൂൾ 8 പറയുന്നുണ്ട് കൃത്യമായിട്ടും. ഓക്കെ, അപ്പോൾ കോഷ്യൽ ടാക്സിബിൾ പേഴ്സൺ, നോൺ റെസിഡൻ്റ് ആയിട്ടുള്ള പേഴ്സൺസും എന്താണ്, അവർ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന 5 ദിവസം മുമ്പ് മസ്റ്റായിട്ട് ചെയ്തിട്ടുണ്ടാകണം, ജി എസ് ടി രജിസ്ട്രേഷൻ എടുത്തിട്ടുണ്ടാകണം. ഓക്കെ, ഇനി എ പേഴ്സൺ സീക്കിംഗ് രജിസ്ട്രേഷൻ അണ്ടർ സി ജി എസ് ടി ആക്ട് ഷാൽ ബി ഗ്രാൻഡഡ് എ സിംഗിൾ രജിസ്ട്രേഷൻ ഇൻ എ സ്റ്റേറ്റ് ഓർ യൂണിയൻ ടെറിട്ടറി. അതായത് ഇപ്പോൾ ഞാൻ കേരളത്തിലെ ഒരു ബിസിനസ്സുകാരൻ ഇരിക്കട്ടെ, ഞാൻ കേരളത്തിൻ്റെ സി ജി എസ് ടി ആക്ട് അനുസരിച്ചായിരിക്കും എൻ്റെ ബിസിനസ് സ്ഥാപനം രജിസ്റ്റർ ചെയ്യുന്നത്. എനിക്ക് കേരളത്തിൽ ഒന്നിലധികം സ്ഥലത്ത് ബ്രാഞ്ചസ് ഉണ്ട് എങ്കിൽ, ഓക്കെ, എനിക്ക് ആ ഒരൊറ്റ ജി എസ് ടി രജിസ്ട്രേഷൻ
എൻ്റെ എല്ലാ ബിസിനസ് സ്ഥാപനത്തിനും ഒരൊറ്റ GST രജിസ്ട്രേഷൻ നമ്പർ മതിയാകും. അത് CGST ആക്ട് ഉറപ്പ് നൽകുന്നു എന്നാണ് പറയുന്നത്. അതായത് ഒരു യൂണിയൻ ടെറിട്ടറി മേഖലയിലോ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റിലോ ഒരു ബിസിനസ് സ്ഥാപനത്തിന് ഒന്നിലധികം സ്വഭാവമുള്ള സെയിം ബിസിനസ് സ്ഥാപനത്തിന് ഒന്നിലധികം ബ്രാഞ്ചസ് ഉണ്ട് എങ്കിൽ എന്താണ്, അതിന് ഒരൊറ്റ GST രജിസ്ട്രേഷൻ നമ്പർ എടുത്താൽ മതി. അല്ലെങ്കിൽ ആ ബിസിനസ് സ്ഥാപനം ഒറ്റയ്ക്ക് ഒരു പ്രാവശ്യം GST രജിസ്ട്രേഷൻ എടുത്താൽ മതി. അല്ലാതെ ഓരോ ബ്രാഞ്ച് ഓഫീസിൻ്റെ പേരിൽ എന്തെടുക്കേണ്ട, സെപ്പറേറ്റ് ആയിട്ട് ആ സ്റ്റേറ്റിൽ GST രജിസ്ട്രേഷൻ എടുക്കേണ്ട കാര്യമില്ല എന്നാണ് പറഞ്ഞു വരുന്നത്. ഓക്കെ, ഇനി മറ്റൊരു കാര്യമാണ്, എ പേഴ്സൺ ഹാവിംഗ് മൾട്ടിപ്പിൾ ബിസിനസ് വെർട്ടിക്കൽസ് ഇൻ എ സ്റ്റേറ്റ് ഓർ യൂണിയൻ ടെറിട്ടറി മേ ബി ഗ്യാരണ്ടീഡ് എ സെപ്പറേറ്റ് രജിസ്ട്രേഷൻ ഫോർ ഈച്ച് ബിസിനസ് വെർട്ടിക്കൽ സബ്ജക്റ്റ് ടു കണ്ടീഷൻസ്. അതായത് പറയാം എന്താണെന്നുള്ളത്. നമ്മൾ ഇപ്പോൾ ഒരു ബിസിനസ്സുകാരനാണ്, നമ്മൾ ബിസിനസ് വെർട്ടിക്കൽ എന്തെന്ന് മുമ്പിലത്തെ വീഡിയോസിലൂടെ പരിചയപ്പെട്ടായിരുന്നു. ലംബമായിട്ട് ബിസിനസ് ചെയ്യുക, അതായത് ഒരു ബിസിനസ്സുകാരനായിരിക്കും, പക്ഷേ അയാൾ ചെയ്യുന്ന ബിസിനസ് എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് സ്വഭാവമുള്ളതായിരിക്കും. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് റിലയൻസ് പെട്രോളിയം ആയി ബന്ധപ്പെട്ടുള്ള റിലയൻസ് എന്ന് പറയുന്ന ഒരു പെട്രോൾ ഉൽപ്പന്നവുമായി ബന്ധപ്പെട്ടുള്ള ഒരു കമ്പനി ഉണ്ടെന്ന് കരുതുക. ഓക്കെ, ഈ കമ്പനിയിൽ രണ്ട് രീതിയിലുള്ള ബിസിനസ്സാണ് നടക്കുന്നത്. ഒന്ന് പെട്രോളിയം ഖനനം ചെയ്തെടുക്കുന്ന പ്രക്രിയ, അതുപോലെ തന്നെ ഈ പെട്രോളിയം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്ന പ്രക്രിയ. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും എന്താണ്, രണ്ട് രീതിയിലുള്ള പർപ്പസിന് വേണ്ടിയുള്ള ബിസിനസ് സ്ഥാപനമാണ് അല്ലേ. ഒന്ന് പെട്രോളിയം ഖനനം ചെയ്തെടുക്കുന്നത്, മറ്റേത് പെട്രോളിയം ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നത് അല്ലെങ്കിൽ സെയിൽ ചെയ്യപ്പെടുന്നത്. ഇത് രണ്ടെണ്ണത്തിനും ഉണ്ടാകുന്ന വരുമാനം എന്ന് പറയുന്നത് ഡിഫറൻ്റ് ആണ്, റിസ്ക്കും ഡിഫറൻ്റ് ആണ്. രണ്ട് പർപ്പസിന് വേണ്ടിയുള്ള ബിസിനസ് സ്ഥാപനമാണ്. ഉടമസ്ഥൻ ഒന്നാന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് സെയിം സ്റ്റേറ്റിലാണ് ഈ ഒരു ബിസിനസ് സ്ഥാപനം ഉള്ളതെങ്കിൽ, ഈ രീതിയിലുള്ള രണ്ട് ലംബമായിട്ടുള്ള ബിസിനസ് സ്ഥാപനം ഉള്ളതെങ്കിൽ, ഈ രണ്ട് ബിസിനസ് സ്ഥാപനത്തിൻ്റെയും സ്വഭാവം എന്ന് പറയുന്നത് ഡിഫറൻ്റ് ആയതുകൊണ്ട് തന്നെ ഈ ബിസിനസ് സ്ഥാപനത്തിന് രണ്ടെണ്ണത്തിനും എന്തെടുക്കണം, സെപ്പറേറ്റ് ആയിട്ട് GST രജിസ്ട്രേഷൻ എടുക്കണമെന്നാണ് പറയുന്നത്. അതായത് ഏതെങ്കിലും ഒരു ബിസിനസ്സുകാരൻ വെർട്ടിക്കലായിട്ട് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് സ്വഭാവമുള്ള ബിസിനസ്സാണ് ചെയ്യുന്നതെങ്കിൽ, ഒരു സ്റ്റേറ്റിൽ തന്നെ ചെയ്യുന്നതെങ്കിൽ, ആ ഓരോ ബിസിനസ് സ്ഥാപനത്തിനും സെപ്പറേറ്റ് ആയിട്ട് എന്തെടുത്തുണ്ടാകണം, GST രജിസ്ട്രേഷൻ എടുത്തിട്ടുണ്ടാകണമെന്നാണ് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനൊരു ബിസിനസ്സുകാരനാണ്, എനിക്കൊരു തുണിക്കടയുണ്ട്, ഒരു പെട്രോൾ പമ്പുണ്ട്, രണ്ടെണ്ണത്തിനും കൂടി എന്താണ് ഒറ്റ GST രജിസ്ട്രേഷൻ എടുത്താൽ പോരാ. കേരളം എന്ന് പറയുന്ന സ്റ്റേറ്റിലുള്ളത് പക്ഷേ രണ്ടും ഡിഫറൻറ്റ് സ്വഭാവമുള്ള ബിസിനസ് സ്ഥാപനമല്ലേ. അപ്പോൾ രണ്ടിടത്തിനും സെപ്പറേറ്റ് ആയിട്ട് എന്തെടുക്കണം, GST രജിസ്ട്രേഷൻ എടുക്കണം. തുണിക്കടയുടെ GST രജിസ്ട്രേഷൻ, പെട്രോൾ പമ്പിൻ്റെ GST രജിസ്ട്രേഷൻ എടുക്കണം എന്നാണ് റൂള് പറഞ്ഞു വരുന്നത്. ഓക്കെ, ഇനി മറ്റൊരു കാര്യമാണ്, എ പേഴ്സൺ though not liable to be registered under section 22, section 24 may get himself registered voluntarily. In such cases all the provisions of the act shall apply to such person as applicable to be registered persons. ഓക്കെ, വേറെ ഒന്നുമില്ല, നമ്മൾ സെക്ഷൻ 22. അപ്പോൾ നിങ്ങൾ ചോദിക്കുക, എന്താ സാർ ഈ സെക്ഷൻ 22? മക്കളെ, ഞാൻ പറഞ്ഞില്ലായിരുന്നു, അഗ്രിഗേറ്റീവ് ടേൺ ഓവർ എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ GST രജിസ്റ്റർ ചെയ്യേണ്ട ബിസിനസ്സുകാർ, അവരെയാണ് സെക്ഷൻ 22 പറയുന്നത്. അതായത് ഗുഡ്സ് വിൽക്കുന്ന ബിസിനസ്സുകാർ, അതുപോലെ തന്നെ സർവീസ് വിൽക്കുന്ന ബിസിനസ്സുകാർ, അവരുടെ ഇൻകം 40 ലക്ഷത്തിന് മുകളിലാണെങ്കിൽ, ഗുഡ്സ് വിൽക്കുന്ന ബിസിനസ്സുകാർ അവരുടെ അഗ്രിഗേറ്റീവ് ടേൺ ഓവർ 40 ലക്ഷത്തിന് മുകളിലാണെങ്കിൽ അവർ കമ്പൾസറി ആയിട്ടും GST രജിസ്ട്രേഷൻ ഇതുണ്ടാകണം. ലോവർ ഇൻകം സ്റ്റേറ്റിലെ ബിസിനസ്സുകാരാണെങ്കിൽ, ഗുഡ്സ് വിൽക്കുന്ന ബിസിനസ്സുകാരാണെങ്കിൽ അവരുടെ ഇൻകം എന്ന് പറയുന്നത് എന്താണ്, 20 ലക്ഷത്തിന് മുകളിലാണെങ്കിൽ, അവർ അഗ്രിഗേറ്റീവ് ടേൺ ഓവർ എന്ന് പറയുന്നത് 20 ലക്ഷത്തിന് മുകളിലാണെങ്കിൽ അവർ മസ്റ്റായിട്ട് എന്തെടുത്തുണ്ടാകണം, GST രജിസ്ട്രേഷൻ എടുത്തുണ്ടാകണം. ഇങ്ങനെ വരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, അഗ്രിഗേറ്റീവ് ടേൺ ഓവറിൻ്റെ അടിസ്ഥാനത്തിൽ GST രജിസ്റ്റർ ചെയ്യേണ്ട ബിസിനസ്സുകാരാണ് സെക്ഷൻ 22 വരുന്നത്. സെക്ഷൻ 24 വരുന്നത് ബിസിനസിൻ്റെ സ്വഭാവം അനുസരിച്ച് GST കമ്പൾസറി ആയിട്ടും രജിസ്റ്റർ ചെയ്യേണ്ട ബിസിനസ്സുകാരാണ് വരുന്നത്. ഈ രണ്ട് കാറ്റഗറിയിൽ പെടാത്ത വ്യക്തികൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, GST രജിസ്ട്രേഷൻ എടുക്കാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ഉദാഹരണം, ഞാൻ ബിസിനസ്സുകാരനാണ്, എനിക്ക് GST രജിസ്ട്രേഷൻ എടുക്കണമെന്ന് തോന്നി, ഞാൻ എടുത്തു. ഓക്കെ, അങ്ങനെയുള്ള വ്യക്തിയാണെങ്കിൽ പോലും സാധാരണ രീതിയിൽ സെക്ഷൻ 22 പ്രകാരവും അതുപോലെ തന്നെ 24 പ്രകാരവും GST രജിസ്റ്റർ ചെയ്തിരിക്കുന്ന എല്ലാ വ്യക്തികളുടെ എല്ലാ ടാക്സ് പേയേഴ്സിൻ്റെ പോലെ തന്നെ എന്താണ്, എല്ലാ മാസവും ഞാൻ എന്ത് സബ്മിറ്റ് ചെയ്യണം, എൻ്റെ വരുമാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാ ടാക്സ് റിപ്പോർട്ടും ഗവൺമെൻറ്റിലേക്ക് സബ്മിറ്റ് ചെയ്യേണ്ടതായി വരും. അതുപോലെ തന്നെ എന്താണ്, ഞാൻ ഈ സെക്ഷൻ 22 പ്രകാരവും സെക്ഷൻ 24 പ്രകാരവും അഗ്രിഗേറ്റീവ് ടേൺ ഓവറിൻ്റെ അടിസ്ഥാനത്തിലും അല്ല എങ്കിൽ എന്താണ്, നമ്മുടെ അഗ്രിഗേറ്റീവ് ടേൺ ഓവറിൻ്റെ അടിസ്ഥാനത്തിലോ അല്ല എങ്കിൽ കമ്പൾസറി GST രജിസ്ട്രേഷൻ എടുക്കേണ്ട വ്യക്തികളോ, ബിസിനസിൻ്റെ സ്വഭാവം അനുസരിച്ച് GST രജിസ്ട്രേഷൻ എടുക്കേണ്ട വ്യക്തികളോ പൂരിപ്പിച്ച് കൊടുക്കുന്ന സെയിം ആപ്ലിക്കേഷൻ ഫോംസ് ഒക്കെ തന്നെയാണ് സാധാരണ രീതിയിൽ സ്വമേധയാ GST രജിസ്ട്രേഷൻ എടുക്കേണ്ട ബിസിനസ് വ്യക്തികളും ഗവൺമെൻറ്റിലേക്ക് GST രജിസ്ട്രേഷനായിട്ട്
പൂരിപ്പിച്ച് കൊടുക്കേണ്ടി വരിക എന്നാണ് പറയുന്നത്. GST രജിസ്റ്റർ ചെയ്യുന്ന വ്യക്തികൾ അവർ പൂരിപ്പിച്ച് കൊടുക്കുന്ന പ്രൊസീജിയേഴ്സിലൊന്നും വ്യത്യാസം ഉണ്ടാകുന്നില്ല. ചിലപ്പോൾ കമ്പൾസറി ആയിട്ട് രജിസ്ട്രേഷൻ എടുക്കാത്ത വ്യക്തികളും ഇതേ സെയിം രീതിയിലുള്ള എല്ലാ റൂൾസും എല്ലാ ആപ്ലിക്കേഷൻ ഫോമും ആയിരിക്കണം ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത് GST രജിസ്ട്രേഷന് വേണ്ടി എന്നാണ് പറഞ്ഞു വരുന്നത്. A person who has obtained or is required to obtain more than one registration, whether in one state or union territory or more than one state or union territory, shall in respect of each such registration be treated as a distinct persons. അതായത് ഒരു ബിസിനസ്സുകാരൻ ഒരു സ്റ്റേറ്റിൽ ഒന്നിലധികം രജിസ്ട്രേഷൻ എടുത്തിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഒരു യൂണിയൻ ടെറിട്ടറിയിലോ ഒന്നിലധികം രജിസ്ട്രേഷൻ എടുത്തിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റേറ്റുകളിലെ ഒരു ബിസിനസ്സുകാരൻ വ്യത്യസ്തമായിട്ട് രജിസ്ട്രേഷൻ എടുത്തിട്ടുണ്ടോ എങ്കിലോ ആ വ്യക്തിയെ ഒക്കെ അയാൾ എടുത്തിരിക്കുന്ന ഓരോ രജിസ്ട്രേഷനെയും ഓരോ വ്യക്തിയായിട്ടേ കണക്കാക്കുകയുള്ളൂ. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കേരളത്തിലെ ബിസിനസ്സുകാരനാണ്. എനിക്ക് കേരളത്തിൽ 2 രീതിയിലുള്ള ബിസിനസ്സുണ്ട്. തുണിക്കടയുമുണ്ട്, അതുപോലെ തന്നെ പെട്രോൾ പമ്പുണ്ട്. ഞാൻ പെട്രോൾ പമ്പിൻ്റെ പേരിലും GST രജിസ്ട്രേഷൻ എടുത്തു, അതുപോലെ തന്നെ തുണിക്കടയുടെ പേരിലും GST രജിസ്ട്രേഷൻ എടുത്തെന്ന് സങ്കല്പിക്കുക. ഓക്കെ, അപ്പോൾ വ്യക്തി ഞാനായിരിക്കാം, പക്ഷേ ഇത് രണ്ടും 2 സെപ്പറേറ്റ് ബിസിനസ് സ്ഥാപനങ്ങളാണ്. 2 സെപ്പറേറ്റ് ക്യാരക്ടറുള്ള ഒരു പേഴ്സണായിട്ട് ട്രീറ്റ് ചെയ്യപ്പെടുകയുള്ളൂ. ഉടമസ്ഥൻ ഒന്നാണെങ്കിലും ഈ 2 GST രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ബിസിനസ് സ്ഥാപനം എന്ന് പറയുന്നത് 2 ഓക്കെ, അതേ സെയിം രീതിയിൽ തന്നെ ഞാൻ കേരളത്തിലെ ഒരു ബിസിനസ്സുകാരനാണ്, എനിക്ക് തമിഴ്നാട് ബ്രാഞ്ച് ഉണ്ട് എങ്കിൽ ഞാൻ കമ്പൾസറി ആയിട്ട് എന്തെടുത്തുണ്ടാകണം? കേരളത്തിൽ ബിസിനസ് സ്ഥാപനത്തിന് കേരളത്തിൻ്റെ രജിസ്ട്രേഷൻ എടുത്തുണ്ടാകണം, അതുപോലെ തന്നെ തമിഴ്നാട്ടിലെ ബിസിനസ് സ്ഥാപനത്തിന് തമിഴ്നാട്ടിലെ രജിസ്ട്രേഷൻ എടുത്തുണ്ടാകണം. അപ്പോൾ ഈ 2 സ്റ്റേറ്റിലും ഉള്ള രജിസ്ട്രേഷൻ 2 സെപ്പറേറ്റ് ബിസിനസ് 2 സെപ്പറേറ്റ് പേഴ്സണായിട്ട് ട്രീറ്റ് ചെയ്യുമെന്നാണ് പറയുന്നത് GSTയുടെ അകത്ത്. ഓക്കെ, A person applying for registration should have a permanent account number issued under the Income Tax Act 1961. A person required to deduct tax under Section 51 may have a tax deduction and collection account number issued under the Income Tax Act 1961 to become eligible for registration. അതായത് നമ്മൾ പഠിച്ചിരുന്നു നമ്മുടെ സെക്ഷൻ 51 പ്രകാരം TDS പിടിക്കുന്ന അല്ലെങ്കിൽ ടാക്സ് സോഴ്സിൽ തന്നെ കളക്ട് ചെയ്യുന്ന ഏതൊരു ബിസിനസ്സുകാരനും GST എന്ന് പറയുന്ന ടാക്സ് സിസ്റ്റത്തിൽ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ അയാൾക്ക് മസ്റ്റായിട്ടും എന്തുണ്ടാകണം? ടാൻ അഥവാ ടാക്സ് ഡിഡക്ഷൻ ആൻഡ് കളക്ഷൻ അക്കൗണ്ട് നമ്പർ ഉണ്ടായിരിക്കണമെന്നാണ് പറഞ്ഞു വരുന്നത്. എങ്കിൽ മാത്രമേ അയാൾ എന്തിന് അർഹതയുള്ളൂ? GSTയുടെ അകത്ത് രജിസ്റ്റർ ചെയ്യാനുള്ള അർഹത ഉണ്ടാവുകയുള്ളൂ എന്നാണ് പറഞ്ഞു വരുന്നത്. അതായത് ഇൻകം ടാക്സ് 1961 പ്രകാരം TDS കളക്ട് ചെയ്യുന്ന ഏതൊരു ബിസിനസ്സുകാരനും അല്ലെങ്കിൽ ഏതൊരു വ്യക്തിക്കും GSTയിൽ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ അയാൾക്ക് കമ്പൾസറി ആയിട്ടും എന്തുണ്ടാകണം? ടാക്സ് ഡിഡക്ഷൻ ആൻഡ് കളക്ഷൻ അക്കൗണ്ട് നമ്പർ ഉണ്ടായിരിക്കണം. ഇനി ഇങ്ങനെ ടാക്സ് കളക്ട് ചെയ്യാവുന്ന വ്യക്തികളെ പറ്റിയാണ് പറയുന്നത്. ഏതൊക്കെ വ്യക്തികൾക്ക് ടാക്സ് കളക്ട് ചെയ്യാമെന്ന് സെക്ഷൻ 51 പ്രകാരം പറയുന്നുണ്ട്. നമുക്കത് മുന്നോട്ട് വരുമ്പോൾ പഠിക്കാം. ഇപ്പോൾ തൽക്കാലം ചിന്തിക്കുക, എന്താണ് TDS എന്ന് നിങ്ങൾക്കറിയാമല്ലോ. TDS എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല. ഇപ്പോൾ നമ്മൾ മുമ്പിലത്തെ വീഡിയോയിൽ പറഞ്ഞായിരുന്നു TDS എന്താണെന്നുള്ളത് അല്ലേ. TDS കളക്ട് ചെയ്യുന്ന ഏതൊരു ബിസിനസ്സുകാരനും മസ്റ്റായിട്ട് എന്തുണ്ടാകണം? ഒരു ടാക്സ് ഡിഡക്ഷൻ ആൻഡ് കളക്ഷൻ അക്കൗണ്ട് നമ്പർ ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ എന്തുള്ളൂ? അയാൾക്ക് ഈ ഇങ്ങനെ കളക്ട് ചെയ്യുന്ന ടാക്സ് ഗവൺമെൻറ്റിലേക്ക് അടക്കാൻ പറ്റുകയുള്ളൂ. ഓക്കെ, അങ്ങനെയുള്ള വ്യക്തിക്ക് മാത്രമേ അങ്ങനെയുള്ള ബിസിനസ് സ്ഥാപനങ്ങൾക്ക് മാത്രമേ GSTയുടെ അകത്ത് രജിസ്റ്റർ ചെയ്യാൻ എലിജിബിലിറ്റി ഉള്ളൂ എന്നാണ് പറഞ്ഞു വരുന്നത്. ഇനി A non-resident taxable person may be guaranteed registration on the basis of such other document as may be prescribed. അതായത് വിദേശ രാജ്യങ്ങളിൽ പ്രവാസികളായിട്ടുള്ള ബിസിനസ്സുകാർക്ക് ഇന്ത്യയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഗുഡ്സോ സർവീസോ ട്രേഡ് ചെയ്യണമെങ്കിൽ അവർ കമ്പൾസറി ആയിട്ടും എന്തെടുത്തുണ്ടാകണം? GST രജിസ്ട്രേഷൻ എടുത്തുണ്ടാകണം. അതിന് ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്ന എല്ലാ ഡോക്യുമെൻറ്റ്സും ഫില്ല് ചെയ്ത് കൊടുക്കണമെന്നാണ് പറഞ്ഞേക്കുന്നത് GST രജിസ്ട്രേഷന് വേണ്ടി. ഇനി അടുത്തൊരു കാര്യമാണ് പറയുന്നത്, വേർ എ പേഴ്സൺ ഹു ഈസ് ലയബിൾ ടു ബി രജിസ്റ്റേർഡ് ഫെയിൽ ടു ഒബ്റ്റെയിൻ രജിസ്ട്രേഷൻ ദ പ്രോപ്പർ ഓഫീസ് മേ പ്രൊസീഡ് ടു രജിസ്റ്റർ സച്ച് എ പേഴ്സൺ ഇൻ സച്ച് മാനർ ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ്.
അതായത് നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു ബിസിനസ്സുകാരൻ അയാൾക്ക് GST രജിസ്ട്രേഷൻ എടുക്കണമെന്ന് ഗവൺമെൻറ് പറഞ്ഞു, അദ്ദേഹം പോയി GST രജിസ്ട്രേഷൻ എടുക്കാൻ ശ്രമിച്ചു. പക്ഷേ എന്താണ്, ഏതെങ്കിലും ഒരു കാരണവശാൽ GST രജിസ്ട്രേഷൻ എടുക്കാൻ പറ്റിയില്ല, ഫെയിലായി പോയെങ്കിൽ ആ പ്രോപ്പർ ഓഫീസറുടെ സഹായത്തോടു കൂടി ആരാണോ ഏത് അതോറിറ്റിയുടെ കീഴിലാണോ ഇദ്ദേഹം GST രജിസ്ട്രേഷന് വേണ്ടി അപ്ലൈ ചെയ്തത്, ആ അതോറിറ്റിയുടെ റെസ്പോൺസിബിലിറ്റി വഹിക്കുന്ന ഓഫീസറുടെ സഹായത്തോടു കൂടി വീണ്ടും അഗൈനായിട്ട് അയാൾക്ക് എന്തെടുക്കാൻ പറ്റും, പ്രിസ്ക്രൈബ്ഡ് ഫോർമാറ്റിൽ പഴയ രീതിയിൽ തന്നെ സാധാരണ എല്ലാ വ്യക്തികളും GST രജിസ്ട്രേഷൻ എടുക്കുന്ന രീതിയിൽ എന്തെടുക്കാൻ പറ്റും, GST രജിസ്ട്രേഷൻ എടുക്കാൻ പറ്റുമെന്നാണ് പറഞ്ഞു വരുന്നത്. ഇനി മറ്റൊരു കാര്യമാണ്, എനി സ്പെഷ്യലൈസ്ഡ് ഏജൻസി ഓഫ് യുണൈറ്റഡ് നേഷൻ ഓർഗനൈസേഷൻ, മൾട്ടിലാറ്ററൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, കോൺസുലേറ്റ്, എംബസി ഓഫ് ഫോറിൻ കൺട്രീസ് ആൻഡ് any other noticed person shall be guaranteed to a unique identity number for tax purpose. അതായത് നമ്മുടെ രാജ്യത്ത് ഏതെങ്കിലും രീതിയിൽ യുണൈറ്റഡ് നേഷൻ ഓർഗനൈസേഷനോ അല്ലെങ്കിൽ മൾട്ടിനാഷണൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ കോൺസുലേറ്റോ എംബസി ഓഫ് ഫോറിൻ കൺട്രീസോ അല്ലെങ്കിൽ ഏതെങ്കിലും അതർ പേഴ്സൺസ് അവരുടെ സർവീസുകളോ സേവനങ്ങളോ അല്ലെങ്കിൽ ഗുഡ്സോ ട്രേഡ് ചെയ്യപ്പെടുന്നുണ്ട് എങ്കിൽ അവർ എന്തിൻ്റെ പരിധിയിൽ വരുന്നു, ഇന്ത്യയുടെ അകത്ത് ടാക്സിൻ്റെ പരിധിയിൽ വരുന്നു. ഓക്കെ, അപ്പോൾ കമ്പൾസറി ആയിട്ടും അവർ എന്തെടുത്തുണ്ടാകണം, അവരും ഒരു GST രജിസ്ട്രേഷൻ എടുത്തുണ്ടാകണം. അതിന് ഗവൺമെൻറ് എന്ത് കൊടുക്കുന്നു, അവർക്കൊരു യൂണിക് ഐഡൻറ്റിറ്റി നമ്പർ കൊടുക്കുന്നു. ഇങ്ങനെ രജിസ്ട്രേഷൻ എടുക്കുന്ന വ്യക്തികൾക്ക് ഒന്നെങ്കിൽ ഒരു യൂണിക് ഐഡൻറ്റിറ്റി നമ്പറോ അല്ലെങ്കിൽ ഒരു രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റോ ഗവൺമെൻറ് ഇഷ്യൂ ചെയ്യുന്നു. അതൊരു പ്രിസ്ക്രൈബ്ഡ് ഫോർമാറ്റിൽ ഒരു നിശ്ചിത കാലഘട്ടത്തിലേക്കായിരിക്കും കൊടുക്കുന്നത്. നിശ്ചിത കാലഘട്ടം കഴിയുമ്പോൾ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, വേണമെങ്കിൽ അത് റിജക്റ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇതിൻ്റെ കാലാവധി നീട്ടി എടുക്കാൻ പറ്റും. പിന്നൊരു കാര്യമെന്ന് പറയുന്നത്, ഈ രീതിയിൽ രജിസ്ട്രേഷൻ എടുക്കുന്ന ഏതൊരു വ്യക്തിക്കും അവരുടെ രജിസ്ട്രേഷൻ്റെ കാലാവധി അവസാനിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വ്യക്തിയുമായി ഗവൺമെൻറ് സംസാരിക്കുകയും വേണമെങ്കിൽ അവർക്കെന്താണ് അവരുടെ ആ യൂണിക് ഐഡൻറ്റിറ്റി നമ്പറിൻ്റെയോ അല്ലെങ്കിൽ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിൻ്റെ കാലാവധി നീട്ടിക്കിട്ടുവാനും ഗവൺമെൻറ്റിൽ ആപ്ലിക്കേഷൻ ഫോം സമർപ്പിക്കാമെന്നാണ് പറഞ്ഞു വരുന്നത്. ഇത്രയുമാണ് നമ്മുടെ GST രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പ്രധാനപ്പെട്ട പ്രൊസീജിയേഴ്സ് എന്ന് പറയുന്നത്.